ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ നമുക്ക് അരി കുതിർത്തിടോ അല്ലെങ്കിൽ അരിപ്പൊടിയോ തേങ്ങാപ്പാലോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന റവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. നമ്മളിത് റവ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അത്രയും നല്ല സ്വാദും നല്ല മയവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു കപ്പ് റവ എടുക്കുമ്പോൾ അത് വറുത്ത റവ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ വറുത്ത റവ ഒരു കപ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അളക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് റവ മിക്സി ജാറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് ഇവിടെ കറക്റ്റ് ആയിരുന്നു. ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് പഞ്ചസാര കറക്റ്റാണ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഞാൻ 2 ഏലക്കയുടെ കുരു ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. ഒത്തിരി നേരം വേണ്ട, ഒരു 30 സെക്കൻഡൊക്കെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഞാനിത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പൗഡറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു വളരെ ഫൈൻ പൗഡർ ആവില്ല, കാരണം റവയാണ്. ഇച്ചിരി ഒരു തരിതരികൾ കാണും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ ഈ പൊടിച്ചെടുത്തിട്ടുള്ള കൂട്ടെല്ലാം ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നത് അതേ കപ്പിൽ ഒരു കപ്പ് പാല്. ഇത് പശുവിൻ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പശുവിൻ പാൽ എടുക്കുമ്പോൾ തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഈ തേങ്ങാപ്പാലൊക്കെ തേങ്ങ ചെരുകി തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ പുറമേയൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ഇപ്പം ഒക്കെ എല്ലാവരും നല്ല ബിസി ആയിട്ടുള്ള ആളുകളല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്ത് ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ഹെൽത്തിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് റവ ആയതുകൊണ്ട് ചെറിയ ചെറിയ തരികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാവത്തില്ല. നമുക്ക് നല്ല എന്താ പറയുക, നല്ല ഫൈനായിട്ടുള്ള നല്ല പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വരണം. അതുകൊണ്ട് മിക്സി ജാറിനകത്തോട്ട് ഇതാ ഞാൻ ഇതേപോലെ ഒരു 30 സെക്കൻഡോളം സമയം എടുത്ത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി ഒഴിക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് സമയം എടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം, റെസ്റ്റ് ചെയ്യാനായിട്ട് വിടണം കേട്ടോ. കാരണം റവ നന്നായിട്ട് ഒന്ന് കുതിരണം ഈ ഒരു പാലിനകത്ത്. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 6 മിനിറ്റ് വെച്ചുള്ളൂ കേട്ടോ. 10 മിനിറ്റ് ഒന്നും വെക്കേണ്ട വന്നില്ല. അപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒഴിച്ചിട്ടുള്ള പാലൊക്കെ കുടിച്ച് നല്ലൊരു സോഫ്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. പക്ഷെ എനിക്കറിയാം ഇതല്ല നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ പരുവം എന്ന് പറയുന്നത്. അത് ആ ഒരു പരുവത്തിലോട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി പാലൊഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കപ്പ് പാല് മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ മൊത്തത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം എനിക്കിവിടെ എടുക്കേണ്ട വന്നിട്ടുണ്ട് കേട്ടോ. അത് സാധാരണ വെള്ളം തന്നെയാണ്, പ്രത്യേകിച്ച് ചൂടുവെള്ളമോ ചെറു ചൂടുവെള്ളം ഒന്നും വേണ്ട. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി കിണ്ണത്തപ്പത്തിന് സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഒരു ലൂസ് പരുവത്തിനാണല്ലോ എടുക്കുക. അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടതും. നമ്മളൊരു കട്ടി പരുവത്തിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് വരും കിണ്ണത്തപ്പം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. നമുക്കൊരു ഈ ഒരു കണക്കിന് ഇതും ഇച്ചിരി കറക്റ്റ് ആയിട്ടില്ല, ഇതും ഇച്ചിരി ടൈറ്റ് ആയിട്ട് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അല്പം കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിന് താഴെ നിൽക്കുന്ന അളവിലുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കാണിക്കാം ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടിയായിട്ട് എടുക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ മാവിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, നിർബന്ധമൊന്നുമില്ല. ഞാൻ അല്പം ചെറിയ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ കിണ്ണത്തപ്പത്തിൽ നമ്മളിത് ഇടാറുണ്ട് ഈ ഒരു ജീരകം. അപ്പോൾ ഞാനും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പല വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കശുവണ്ടിയോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ ഒക്കെ വെച്ച് കൊടുക്കാം. അതിപ്പോഴല്ല, ആ ഒരു പകുതി വേവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കിണ്ണം. ഇത് പ്രോപ്പർ കിണ്ണല്ല, ഇതൊരു ചോറും പാത്രമാണ്. എൻ്റെ കയ്യിൽ പ്രോപ്പർ കിണ്ണമില്ല. പ്രോപ്പർ കിണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാനൊരു കുട്ടി ചോറും പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിനകത്ത് അല്പം എണ്ണയോ നെയ്യോ ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കണം. കാരണം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അതിനുശേഷം ഈ ഒരു റവ കിണ്ണത്തപ്പം ആയതുകൊണ്ട് പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒഴിക്കുന്ന ഓരോ സമയവും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ഒഴിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് റവ ആയതുകൊണ്ട് പെട്ടെന്ന് അത് താഴോട്ട് പാത്രത്തിൻ്റെ താഴോട്ട് അടിഞ്ഞടിഞ്ഞ് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒരു കിണ്ണത്തിലോട്ട് കോരി ഒഴിക്കാം. പിന്നെ ഒഴിക്കുന്ന സമയത്ത് ഒത്തിരി നിറച്ച് ഒഴിക്കൊന്നും വേണ്ട, ഒരു 3-4 കയ്യിൽ മാത്രം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് അതൊന്ന് ആവി കയറ്റി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഉറപ്പ് വരുത്തുക ആവി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ആ ഒരു പാത്രം ഇറക്കി വെക്കുന്നത്, എങ്കിലാണ് അത് പ്രോപ്പറായിട്ട് വെന്ത് വരത്തുള്ളൂ. അപ്പോൾ അതാ ഞാനിപ്പം ആവിയൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് ഈ ഒരു കിണ്ണം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഞാനിവിടെ കറക്റ്റ് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റാണ് വെച്ചിരുന്നത്. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കിണ്ണത്തപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് അത് ടൂത്ത് പിക്കർ വെച്ചൊന്ന് കുത്തി നോക്കിയായിരുന്നു കേട്ടോ. അപ്പം നല്ല നമ്മുടെ ടൂത്ത് പിക്കറൊക്കെ ക്ലീനായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. ഇനി ഇത് ഉടനടി എടുക്കരുത്. കിണ്ണത്തപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫുള്ളായിട്ട് ചൂടാറി തണുത്തതിന് ശേഷം മാത്രമാണ് പ്ലേറ്റിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് വിടിവിച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി എനിക്ക് പാത്രമൊക്കെ നല്ല ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതാ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് തന്നെ പോരുന്നുണ്ട് കേട്ടോ. ഒട്ടും ഇത് എന്താ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. വളരെ പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു മാവിനുള്ള ഇത് 1 കപ്പിന് എനിക്ക് 2 കിണ്ണത്തപ്പാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീഡിയം സൈസായിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ആളുകളുണ്ട് എന്നനുസരിച്ചിട്ടുള്ള അളവിന് കൂടുതലൊക്കെ എടുക്കുക. 1 കപ്പ് എന്നുള്ളത് 2 കപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അടുത്തതും കൂടെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഞാൻ കിണ്ണത്തപ്പം ഈ ഒരു രീതിക്ക് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ലൊരു നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കിണ്ണത്തപ്പാണ്. അപ്പോൾ ഇത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണക്കമുന്തിരിയൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റീമറിൻ്റെ മൂടി തുറന്ന് അല്പം ഉണക്കമുന്തിരി അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും ടേസ്റ്റിക്കാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കണം. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.